പ്രവൃത്തി പൂർത്തീകരിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മുക്കം പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാത്തതിനെ തുടർന്ന് യാത്രക്കാരും സമീപ വ്യാപാരികളും പ്രയാസത്തിൽ. നവീകരണ പ്രവൃത്തിയെ തുടർന്ന് ഗതാഗത സംവിധാനം നിലച്ച പുതിയ ബസ് സ്റ്റാൻഡ് വഴി ബസ്സുകൾ എപ്പോൾ ഓടിത്തുടങ്ങുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. മുക്കം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി പൂർത്തിയായ പുതിയ ബസ് സ്റ്റാൻഡ് വഴി ബസ്സുകൾ ഓടിത്തുടങ്ങിയില്ലെന്ന് പരാതി. പ്രവൃത്തി പൂർത്തീകരിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാത്തതിനെ തുടർന്ന് യാത്രക്കാരും സമീപത്തെ വ്യാപാരികളും ഏറെ പ്രയാസത്തിലാണ്. ഇന്റർലോക്ക് ഭാഗി പരിഷ്കരിച്ചതോടെ ഗതാഗത സംവിധാനത്തിന് പൂർണ്ണസജ്ജമായ ഇതുവഴി ബസ്സുകൾ ഒഴികെ മറ്റെല്ലാ വാഹനങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അരീക്കോട് ചെറുവാടി ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളാണ് പ്രധാനമായും ഇതുവഴി നേരത്തെ സർവീസ് നടത്തിയിരുന്നത്. നവീകരണ പ്രവൃത്തിയെ തുടർന്ന് ഗതാഗത സംവിധാനം നിലച്ച പുതിയ ബസ് സ്റ്റാൻഡ് വഴി ബസ്സുകൾ എപ്പോൾ ഓടിത്തുടങ്ങുമെന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. ബസ്സുകൾ പ്രവേശിക്കാതായതോടെ പ്രവൃത്തി പൂർത്തിയായ പുതിയ ബസ് സ്റ്റാൻഡിൽ കാറുകൾ ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതും പതിവ് തന്നെ. പഴയ ബസ് സ്റ്റാൻഡിലെയും നഗരത്തിലെയും ഗതാഗത സംവിധാനം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചില ബസ് റൂട്ടുകൾ പുതിയ സ്റ്റാൻഡ് വഴിയാക്കി അധികൃതർ ക്രമീകരിച്ചിരുന്നത്. പഴയ സ്റ്റാൻഡിലെ വീർപ്പുമുട്ടലുകൾ ഒഴിവാക്കാനുള്ള പരിഹാരമാർഗം കൂടിയായിരുന്നു ഇത്. ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ ഈ പദ്ധതി അധികൃതർ ഇടപെട്ട് ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.